ധാരംഗിയും ഈ ഒരു പയ്യനും തമ്മിൽ സ്നേഹത്തിലാണ്. അവസാനം അവരെ തമ്മിൽ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ ധാരംഗിക്ക് ഓസ്ട്രേലിയയിലെല്ലാം പോയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം വരാണ്. അതുകൊണ്ട് തന്നെ വിസ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരാൾ അന്വേഷിക്കാൻ വരുന്നു. ഈ ഒരു പയ്യന്റെ അഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നതെന്നും അവനോട് വന്ന് ചോദിച്ചാലും മര്യാദക്ക് ആൻസർ പറഞ്ഞിട്ട് എന്റെ വിസ വേഗം തന്നെ ആക്കി തരണമെന്നും ധാരംഗി പറയുന്നുണ്ട്. എന്നാൽ തന്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ചുറ്റി നടക്കുന്നവനോട് താല്പര്യമില്ലാത്ത ഇവനാന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ വന്ന ആളോട് മാറ്റി മാറ്റി ഓരോന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഡൗട്ട് വന്നോണ്ട് തന്നെ അവളുടെ വിസ ക്യാൻസൽ ആവാണ്. ഇതറിഞ്ഞ ധാരംഗിയും അവന്റെ അടുത്തേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. കരുതി കൂട്ടി തന്നെയാണ് ഇത് ചെയ്തതെന്ന് അവൾ ഉറപ്പിച്ച് പറയാണ്. അങ്ങനെ അവര് തമ്മിൽ ബ്രേക്കപ്പ് ആവാണ്. ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ആയി കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ധാരംഗിയുടെ കല്യാണാണെന്ന് ഈ പയ്യൻ അറിയുന്നുണ്ട്. അതറിഞ്ഞതും അവനാന്ന് വെച്ചാൽ ഞാൻ മാത്രം അവൾ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് അവനും വേറൊരു പെണ്ണിനെ ലവ് ചെയ്ത് കല്യാണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവൻ അവന്റെ വൈഫിനായിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഹോട്ടലിൽ വെച്ച് ധാരംഗിയെ പെട്ടെന്ന് കാണുന്നത്. ഓൾറെഡി അവന്റെ വൈഫിനോട് കല്യാണത്തിന് മുന്നേ തന്നെ ധാരംഗിയെ കുറിച്ചും അവളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തെ കുറിച്ചും എല്ലാം ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവര് മൂന്നുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മനസ്സിലാവുന്നത് ധാരംഗിക്ക് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അവളാന്ന് വെച്ചാൽ ഇവനെ വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു നുണ പറഞ്ഞതായിരുന്നു അവളുടെ കല്യാണമാണ് എന്നുള്ള കാര്യം. അതറിഞ്ഞ അവനക്കും ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. അവൾ ഒറ്റക്കാക്കി എന്നുള്ള വിഷമം അവന്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിൽക്കാണ്. ധാരംഗിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആ വൈഫാണെന്ന് വെച്ചാൽ ഇവരെ രണ്ടുപേരെയും ഭയങ്കര സംശയത്തോടുകൂടി നോക്കിക്കാണാണ്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് ധാരംഗി വന്നിരിക്കുന്നത് അവളുടെ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം വിറ്റിട്ട് തിരിച്ച് ഓസ്ട്രേലിയക്ക് തന്നെ പോകാനായിരുന്നു. അതിനുവേണ്ടി അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ധാരംഗി അവനും കൂടി ഒന്നിച്ചാണ് നടക്കുന്നത്. ഇത് കണ്ട് ഡൗട്ട് തോന്നിയ വൈഫാന്ന് വെച്ചാൽ ഒരു പോക്കറ്റ് പെൻ ക്യാമറ വാങ്ങിയതിന് ശേഷം തന്റെ ഭർത്താവിന്റെ പോക്കറ്റിലായി വെച്ചു കൊടുത്ത് ഇവര് രണ്ടുപേരും എവിടെ പോകുന്നത്, എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത് എന്നെല്ലാം കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ ഇവര് രണ്ടുപേരാണെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പോലും അവര് മോശമായിട്ട് സംസാരിക്കുക വേറൊരു ലെവലിലേക്ക് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാര്യക്കും തന്റെ ഭർത്താവിന് സംശയിച്ചതിൽ ഭയങ്കര വിഷമം തോന്നാണ്. വീട്ടിൽ വന്ന ഭർത്താവിനോട് അവൾ ഭയങ്കര സ്നേഹത്തോടുകൂടി പെരുമാറാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ധാരംഗിയുടെ ഫോൺ വരുമ്പോഴും മെസ്സേജ് വരുമ്പോഴും ഇവ മാറി നിന്ന് സംസാരിക്കുന്നത് അവൾക്ക് വീണ്ടും സംശയം തോന്നിക്കുന്നുണ്ട്. പിന്നീട് അവള് അവന്റെ ഫോണിലും വീടിനുള്ളിലും എല്ലായിടത്തും ക്യാമറ വെച്ച് ഇവരെ രണ്ടുപേരെയും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ വൈഫിനെ കുറിച്ചായിരുന്നു. അവന്റെ വൈഫിന്റെ നല്ല നല്ല കാര്യങ്ങൾ അവൻ ധാരംഗിയോട് പറയുന്നത് കേട്ട അവൾക്കും ഇനി ഒരിക്കലും തന്നെ ഭർത്താവിനെ സംശയിക്കരുതെന്ന് ഉറച്ച് തീരുമാനിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം അവന്റെ ഫോണിൽ ധാരംഗിയുടെ ഫോട്ടോ കണ്ടതും അവള് ദേഷ്യപ്പെട്ടുകൊണ്ട് അവനോട് നിങ്ങൾ തമ്മിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നെല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. അവനും അതറിയാതെ വന്നതാണെന്ന് പറയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാതെ അവനെ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ ഒരു വിഷമത്തില് ഇവനാന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് കുടിച്ച് തന്റെ ഭാര്യയുടെ ഫോട്ടോ നോക്കിയിട്ട് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തില് അവൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള രൂപത്തിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഈ ഭർത്താവിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാര്യ വീട് മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ ഒറ്റയ്ക്കിരുന്ന് ഈ ഭർത്താനം പറയുന്നതെല്ലാം ഭാര്യ ഫോണിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഭാര്യ തന്റെ ഭർത്താവ് ഒരിക്കലും തന്നെ ചതിച്ചിട്ടില്ല എന്നും അവൻ തന്നെ മാത്രമേ ഇപ്പൊ സ്നേഹിക്കുന്നുള്ളൂ എന്നും മനസ്സിലാക്കാണ്. അതുകൊണ്ട് തന്നെ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് തീരുമാനിച്ച് തന്റെ ഭർത്താവിനോട് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, സോറിയും ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കറക്റ്റ് ടൈമിൽ അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ധാരംഗി അവിടേക്ക് പാസ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നുണ്ട്. ഇവൻ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയാണ് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച് ധാരംഗിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതെല്ലാം വൈഫാണെന്ന് വെച്ചാൽ ഫോണിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് ഭാര്യ ഉറപ്പിച്ചിട്ട് തന്റെ ഭർത്താവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് കാറിൽ ഫാസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം ധാരംഗിയുടെ ഫോണിൽ തന്നെ ഫേസ്ബുക്ക് ലൈവ് പോകുന്നുണ്ടായിരുന്നു. അത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. കൈ തട്ടി എങ്ങനെയോ ആയതായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ലോകം മുഴുവൻ അവര് തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് കാണാനിട വരാണ്. ഭാര്യയും കറക്റ്റ് അവിടേക്ക് എത്തുന്നുണ്ട്. അവളുടെ ഭർത്താവിനോട് ഇപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയില്ല കാര്യങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഭർത്താവ് ആണായിട്ട് പറയുന്നുണ്ട്. എന്നാൽ താനെല്ലാം ഫോണിലൂടെ കാണുന്നുണ്ടെങ്കിലും ഈ വീട് മൊത്തം ക്യാമറയാണെന്നും അവള് ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ വിളിച്ചു പറയാണ്. ഇതെല്ലാം ഫേസ്ബുക്ക് ലൈവിലൂടെ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും വേഗം തന്നെ അത് ഓഫ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ലോകം മൊത്തം ഇത് കണ്ട വിവരം അവര് മൂന്നുപേരും അറിയാണ്. ധാരംഗി ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ഇനി എന്നെ ആരും കല്യാണം കഴിക്കില്ല എന്നും എന്റെ ജീവിതം തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി തകർത്തു എന്നും പറഞ്ഞ് അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ട വൈഫിനും ഭയങ്കരമായിട്ട് സങ്കടം തോന്നാണ്. അവര് രണ്ടുപേരും ഒരു തെറ്റും ചെയ്യാതെ തന്നെ തന്റെ സംശയം കൊണ്ടാണ് ഇത്ര അധികം കാര്യങ്ങൾ നടന്നതെന്ന് വൈഫിനും മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസമാണെന്ന് വെച്ചാൽ ധാരംഗി തിരിച്ച് ഓസ്ട്രേലിയക്ക് പോകാണെന്ന് പറഞ്ഞ് യാത്ര ചോദിക്കാനായിട്ട് ഇവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് വരാണ്. അപ്പോഴാണ് ധാരംഗിയുടെ സത്യം പറയുന്നത് അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം. ഇനിയിപ്പോ എന്റെ ലവറും എന്നെ സ്വീകരിക്കില്ല, ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തേണ്ടി വരുമെന്നും ധാരംഗി പറയാണ്. ഇത് കേട്ട് വിഷമം വന്ന വൈഫാന്ന് വെച്ചാൽ നീ ആ കുട്ടിയെ ഞങ്ങൾക്ക് തന്നിട്ട് പോ, ഞങ്ങൾ ആ കുട്ടിയെ നന്നായി തന്നെ നോക്കിക്കൊണ്ട് എന്ന് പറയാണ്. എന്നാൽ ധാരംഗിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായോണ്ട് തന്നെ ഇല്ല, ഈ കുട്ടിയെ ഞാൻ തന്നെ നോക്കുമെന്ന് ഉറപ്പിച്ച് പറയാണ്. എന്നാൽ ആ ഒരു വൈഫിന് താൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായേ എന്നുള്ള ഒരു കുറ്റബോധത്തോട് തന്നെ എന്നാൽ നമുക്ക് മൂന്നുപേർക്കും കൂടി ഒരു കുട്ടിയെ വളർത്താം, ഒരച്ഛനില്ലാതെ ഈ കുട്ടി വളരണ്ട, നീ ഇവിടെ തന്നെ നിൽക്കുമെന്ന് ആ വൈഫ് തന്നെ പറയാണ്. അങ്ങനെ ധാരംഗിയും തന്റെ കുട്ടിക്ക് ഒരു അച്ഛൻ വേണം എന്നുള്ള ഒരു നിലയിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി എന്താ
ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇതെല്ലാം ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതായിരുന്നു. താരങ്കി ഇനി കല്യാണം കഴിക്കില്ലാന്നും അവൾ ഇത്ര നാളും അവൻ ആലോചിച്ച് കഴിയാണെന്നും മനസ്സിലാക്കി അവനാന്ന് വെച്ചാല് താരങ്കിയെ ഒറ്റക്കിടാനായിട്ട് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയുണ്ട് അവന്റെ പ്ലാൻ ആയിരുന്നു ഇത്. തന്റെ ഭാര്യയിൽ സംശയം ഉണ്ടാക്കാൻ വേണ്ടി അവൻ ഓരോന്ന് ചെയ്തു കൂട്ടിയതായിരുന്നു. അവസാനം അവൻ വിചാരിച്ച പോലെ തന്നെ 3 പേരും ഇപ്പൊ ഒന്നിച്ച് കഴിയാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവനും ആ 2 പെണ്ണുങ്ങളും ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുകയാണ്.